അൽഹംദുലില്ലാ, ഇന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴ തന്നെ ആവുമല്ലേ. ഇവിടെ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. റെഡ് അലർട്ടാണല്ലോ. അപ്പം ഇന്ന് രാവിലെ തന്നെ മദ്രസക്ക് പോവാൻ ഉപ്പുമാവാട്ടുണ്ടാക്കിയത്, തേങ്ങയൊക്കെ ചിരക്കിയിട്ടുള്ള ആ ഒരു ഉപ്പുമാവ്. പിന്നെ ഇന്ന് പൊതുവെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. വേഗം തന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ പൂരിയും മീൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു പ്രത്യേക സമയം നമുക്ക് തുടക്കാനൊന്നും കിട്ടൂല. തുടച്ചാലും വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പണിയൊക്കെ ഒന്ന് കഴിച്ചിട്ടോ. എത്ര പെട്ടെന്നല്ലേ നമ്മളെ ലോകം ഇങ്ങനെ മാറി മറിയണത്. ഇപ്പം ഇങ്ങനെ പണ്ടത്തെ ആ കുട്ടിക്കാലം തൊട്ട് ഇതുവരെയുള്ള ആ ഒരു വളർച്ച അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ലോകം വളരെയധികം വലുതായിട്ടുണ്ട്. നമ്മളെ മുന്നിൽ എല്ലാം നല്ലതും ചീത്തതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ ഒരു അതിപ്രസരമാണ്. ഏതാണ് വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണ അത്രയ്ക്കും വിപുലമായിട്ടുണ്ട് ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യകളൊക്കെ അല്ലേ. ഇതൊക്കെ വിവര സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു നഷ്ടപ്പെട്ടു പോയതൊന്നുണ്ട് കേട്ടോ. ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, കരുണ, അതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പണ്ടുള്ള ഒരു പഴമക്കാരൊക്കെ പറയണ പോലെ കുറേ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ ഒരു ബർക്കത്ത് എന്ന് പറയുന്ന സാധനം അത് നഷ്ടപ്പെട്ടു പോയി നമുക്ക്. നമ്മളെ ഹൃദയത്തിലാവട്ടെ സമ്പത്തിലാവട്ടെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരുപാട് തിന്നാനും കുടിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ഒരു പൂർണ്ണത, നമുക്കൊരു സംതൃപ്തി എവിടെയും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എനിക്കും ഇല്ല കേട്ടോ അതെന്താന്ന്. അപ്പം ഞാനിങ്ങനെ കുറേ ചിന്തിച്ച് നോക്കാറുണ്ട്, അതെന്തേ പറ്റി, എന്തോ ഒന്ന് കൈമോശം വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ഇതിപ്പോൾ ഇതിൽ വന്നിങ്ങനെ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സെയിം വൈബിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരോ ഒന്നും നമ്മളെ പൊതുസമൂഹത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കേട്ടോ. പൊതുവെ ആളുകൾക്ക് വേറെന്തൊക്കെയോ പ്രിയമാണ്. എനിക്കും അങ്ങനെ തന്നെ ആകും. ആകണം എന്നല്ല, ആണ്. നമ്മൾ പുതിയ ഡ്രസ്സിൻ്റെ പുതിയ മോഡല് ആഭരണങ്ങൾ വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ചില സമയത്ത് നമ്മൾ ഒറ്റക്കാവുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ തോന്നുക. അതും എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നും. എനിക്ക് തോന്നിയത് കേട്ടോ, നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ നമുക്ക് ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ആത്മീയ ബോധം നമുക്ക് ആ ഒരു പ്രവർത്തനത്തിൽ